ബാലൻ ദി ബോയ്, ചിദംബരത്തിൻ്റെ ജാനേമൻ, മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ശേഷം വരുന്ന സിനിമയാണ് ബാലൻ ദി ബോയ്. ചിദംബരത്തിൻ്റെ കൂടെ ജിത്തു മാധവൻ, സുഷിൻ ശ്യാം, ഷൈജു ഖാലിദ്, വിവേക് ഹർഷൻ തുടങ്ങിയ വമ്പൻ ടീമാണ് ബാലൻ ദി ബോയുടെ അണിയറയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഗംഭീര ഔട്ട്പുട്ട് തന്നെയാണ് ബാലന് കിട്ടിയിരിക്കുന്നതും. ട്രെയിലർ നൽകുന്ന ഹിൻറ്റുകൾ പോലെ തന്നെ ത്രില്ലിംഗ് എലമെൻസും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് കഥ പറച്ചിലും ആണ് സിനിമയ്ക്കുള്ളത്. ഒരു കാവ്യാത്മകമായ രീതിയിൽ ആണ് സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നതും. സിനിമയുടെ ഓപ്പണിംഗ് രംഗം മുതൽ ഒരു വൈകാരികമായ ലോകത്തേക്ക് പ്രേക്ഷകനെ സംവിധായകനും കൂട്ടരും പിടിച്ചു കയറ്റുകയാണ്. എന്നിട്ട് രണ്ട് കഥാപാത്രങ്ങളുടെ കൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ, അതായത് അമ്മയെയും മകനെയും അവതരിപ്പിച്ചിരിക്കുന്നത് പുതുമുഖങ്ങളാണ്. അവർ ഇരുവരും മനോഹരമായ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ഹീറോയസത്തിന് സമാനമായ ഹെവി സന്ദർഭങ്ങൾ ബാലനിൽ ഉണ്ട്. അവ പക്ഷേ ക്ലീഷേ രീതിയിൽ അല്ല അവതരിപ്പിച്ചിരിക്കുന്നത് എന്നു കാണാം. അങ്ങനെ തന്നെ സിനിമയിൽ താളത്തിൽ പറയേണ്ട സിറ്റുവേഷൻസും ഒരുപാട് കാണാം. സംവിധായകരായ ഗിരീഷ് ഷെഡിയും ജീൻ പോൾ ലാലും ചിത്രത്തിൽ പോലീസ് വേഷങ്ങളിൽ എത്തിയിരിക്കുന്നു. ഗിരീഷ് ഷെഡിയുടെ കഥാപാത്രം ഒരു സരസനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ ജീനിൻ്റെ കഥാപാത്രം മറ്റൊരു ധ്രുവത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഇവർ രണ്ടുപേരും ഓർമ്മിക്കത്തക്ക പെർഫോമൻസ് തന്നെ തന്നു. ബീന ആൻ്റണിയും കുറേ നാളുകൾക്ക് ശേഷം ഒരു ഗംഭീര കഥാപാത്രവും അതിനൊത്ത അഭിനയവുമായി ഇവിടെ വന്നു. പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഷംനാഥ. കഥാപാത്രങ്ങളെക്കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ, രണ്ടാം പകുതിയിൽ വരുന്ന വലിയ താരം അദ്ദേഹത്തിന് കിട്ടിയ വേഷം നന്നായി തന്നെ ചെയ്തു ഫലിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ റീസെൻ്റായി വന്ന നായക കഥാപാത്രങ്ങളെക്കാൾ ഇവിടുത്തെ രണ്ടാം പകുതിയിൽ വന്നു പോകുന്ന അത്യാവശ്യം സ്ക്രീൻ സ്പേസും ആത്മാവുമുള്ള ബാലനിലെ കഥാപാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പടത്തിൽ മുത്തശ്ശിയുടെ വേഷം ചെയ്ത ആർട്ടിസ്റ്റിൻ്റെ പ്രകടനവും മനോഹരമായിരുന്നു. അവരുടെ പേടിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമൊക്കെയായുള്ള രംഗങ്ങൾ തിയേറ്ററിൽ തരംഗം ഉണ്ടാക്കി. ഇനി പറയാൻ വരുന്നത് ചിത്രത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചാണ്. പടത്തിൻ്റെ ഒരു മെയിൻ പില്ലർ തന്നെയാകുന്നു മ്യൂസിക്. സന്ദർഭത്തിന് ചേർന്ന രീതിയിൽ അതിൻ്റെ താളത്തിനും ഒഴുക്കിനും സ്യൂട്ടായി ആണ് പശ്ചാത്തല സംഗീതം ഇവിടെ സുഷിൻ ശ്യാം സെറ്റാക്കിയിരിക്കുന്നതെന്ന് കാണാം. മ്യൂസിക് ഒരു ഭയങ്കര ഫീൽ തന്നെയായിരുന്നു തിയേറ്ററിൽ. ബാലനിലെ രംഗങ്ങളും വളരെ മനോഹരമായിരുന്നു. ഓരോ രംഗങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ടായിരുന്നു. രണ്ട് കഥാപാത്രങ്ങളെ പോലെ തന്നെ ചില പാർട്ടിക്കുലർ ലൊക്കേഷനുകളും സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളവയായിരുന്നു. അത് കൃത്യമായി പ്രേക്ഷകൻ മനസ്സിലാക്കി തരാൻ, അതും സ്പൂൺ ഫീഡിങ് ഒന്നും തന്നെ ഇല്ലാതെ മനസ്സിലാക്കി തരുവാൻ ഷൈജു ഖാലിദിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ചിദംബരം എന്ന സംവിധായകൻ്റെ ഓരോ സിനിമയും ഓരോ വികാരങ്ങളായി ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അതുപോലെ തന്നെ ബാലനും അടുത്ത പടത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. ജിത്തു മാധവനും പലതരം കഥകളുമായി പ്രേക്ഷകരെ ഞെട്ടിക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെ സുഷിൻ ശ്യാം മ്യൂസിക് ചേർത്ത് കഥയുടെ ഭംഗി കൂട്ടുകയും ചെയ്യുന്നു. ഇൻ ഷോർട്ട്, അച്ചടക്കത്തോടെ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന, പോയറ്റിക്കായി സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഭംഗിയുള്ള പെർഫോമൻസ് കാണാവുന്ന, വഴിത്തിരിവായേക്കുന്ന ഒരു കുഞ്ഞു മലയാളം സിനിമയാണിത്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക.